സ്ത്രീ പരാതി കൊടുത്താൽ അത് അന്വേഷിക്കേണ്ട ചുമതല കോടതിക്കും പോലീസിനും അതുണ്ട്. കാര്യം എനിക്ക് അവനെ വലിയ ഇഷ്ടമൊന്നുമല്ല ആളല്ല. പക്ഷേ ഇപ്പം ഫേമസ് ആയപ്പോഴാണ് യുവതികൾ പരാതിയായിട്ട് ഇനി ഇങ്ങനെ തുടരെ വരും. നമ്മുടെ ഇവിടെ മന്ത്രിസഭ ഒന്നടങ്കം പുള്ളിയെ പാഠപുസ്തകത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. പിള്ളേർക്ക് ഇതൊരു പാഠമാവട്ടെ, അവർ പഠിക്കട്ടെ, വളരട്ടെ എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രിസഭ പറയുന്നത്. മറ്റുള്ളവർ വളർന്നു വരുമ്പോൾ പിന്നെ വേറെ ആളുകൾക്ക് വരണമെന്നുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ തകർക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിക്കൂടെ ഇല്ല. അല്ല, സമ്മതപ്രകാരം ചെയ്തതാകുമ്പോൾ പിന്നെ അവർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞതിൽ കാര്യമില്ല. പ്രണയകാലത്ത് സമ്മതപ്രകാരമുള്ള ബന്ധം പിന്നീട് ബലാത്സംഗമാകുമോ? വേടന്റെ കേസ് പരിഗണിക്കവേ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചൊരു ചോദ്യമാണിത്. വേടനെതിരെ വീണ്ടും യുവതികൾ പീഡന പരാതിയുമായി രംഗത്തെത്തുകയാണ്. ഇതിന് പിന്നിലെ സത്യം എന്തായിരിക്കും? വേടനെ തകർക്കാനുള്ള ശ്രമങ്ങളായിരിക്കുമോ, അതോ യുവതികളുടെ പരാതികൾ സത്യമായിരിക്കുമോ? ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ വേടൻ എന്തെങ്കിലും തെറ്റ് വറുക്കാതെ കുറിക്കില്ല, എന്തെങ്കിലും കാര്യമില്ലാതെ ആരും ആരുടെ പേർക്കും ഒന്ന് ചുമ്മാ അടിച്ചേൽപ്പിക്കില്ല. തെളിവ് സഹിതം അവർ കാണിക്കാമെന്ന് പറയില്ലേ. അപ്പോൾ എന്തെങ്കിലും ഇല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല, അല്ലാതെ ഉണ്ടാവാൻ സാധ്യതയില്ല. ആദ്യം നമ്മൾ വെറുതെ ആയിരിക്കുന്നു, പിന്നെ വരികയാണെങ്കിൽ എന്തെങ്കിലും ഇതില്ലാതെ ഒരു കാര്യം വരേണ്ട സാധ്യതയില്ല. പക്ഷേ സുപ്രീം കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ പ്രണയ സമയത്ത് ഒരു ലൈംഗിക ബന്ധം ഉണ്ടായി, അത് രണ്ടുപേരുടെയും സമ്മതപ്രകാരമായിരിക്കും നടന്നത്. അത് പിന്നീട് എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് ആ വകുപ്പിലാണല്ലോ എടുക്കുന്നത്, നിർബന്ധിച്ച് കൊണ്ടുപോയി എന്നുള്ളതാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് അവർക്ക് പുറമെ കേസെടുക്കേണ്ട വകുപ്പുണ്ട്. നിർബന്ധിച്ച് കൊണ്ടുപോയി എന്നാണ് കൊച്ചു പറയുന്നത്. സ്ത്രീ പറയുന്ന വാക്കുകൾക്ക് വേലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോയി എന്നിങ്ങനെ ചെയ്തു, പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് കേസെടുക്കണം. ഇപ്പോൾ വെറുതെ ഒരു കൊച്ചിവിടെ പഠിക്കാൻ നിൽക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ചെന്ന് പറയുകയാണ്, കൊച്ചിന് കാണുമ്പം ഇപ്പോൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ആ നിൽക്കുന്ന വാച്ച് കിടക്കാരൻ എൻ്റെ കയ്യിൽ ഒന്ന് തട്ടയും മോശമായിട്ട് പെരുമാറി എന്ന് പറയുമ്പോൾ അതിന് കേസാണ്. ഞാൻ എന്തുകൂടെ ഇങ്ങനെ കാണിക്കുന്നത് സമാനമായിട്ട് പറഞ്ഞുവിട്ട കേസല്ല. ഇങ്ങനെയുള്ള വകുപ്പുകൾ ഇതിലുണ്ടെന്നുള്ളതാണ്. ഒരു സ്ത്രീ പരാതി കൊടുത്താൽ അത് അന്വേഷിക്കേണ്ട ചുമതല കോടതിക്കും പോലീസിനും അതുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവനെ കൊടുക്കാനായിട്ട് അവനോട് വ്യക്തിപരമായിട്ട് ദേഷ്യമുള്ള ആരെങ്കിലും ചെയ്യുന്നതായിരിക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ പ്രണയകാലത്ത് ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് അതെങ്ങനെയാണ് ബലാത്സംഗം ആവുന്നതെന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഒപ്പീനിയൻ തന്നെയാണോ തനിക്ക്? അവരുടെ കയ്യിലിരിപ്പോലെ ഇരിക്കും. എന്താ മാരേജ് നോക്കിക്കൊണ്ടുപോയാൽ അങ്ങനെ അങ്ങ് പോകും, അല്ലെങ്കിൽ ഇതേപോലെ കേസുകൾ അങ്ങനെയൊക്കെ ആവും. അല്ലാതെ പരസ്പരം സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധമാണെങ്കിൽ അത് ബലാത്സംഗം എന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ല, പക്ഷെ യുവതി പറയുന്നത് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, ആ സമയത്ത് തമ്മിൽ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒന്നിലധികം തവണ, പക്ഷെ അത് ഇപ്പൊ പീഡിപ്പിച്ചതായിട്ടാണ് പറയുന്നത്. അതൊരു പീഡനമാവോ എന്ന് തോന്നുന്നുണ്ടോ? രണ്ടുപേരുടെ സമ്മതപ്രകാരം അല്ല, സമ്മതപ്രകാരം ചെയ്തതാകുമ്പോൾ പിന്നെ അവർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞതിൽ കാര്യമില്ല. ഇല്ല, പരസ്പരം രണ്ടുപേരും സമ്മതപൂർവ്വമാണല്ലോ ഈ പരസ്പരം ബന്ധപ്പെടുന്നത് ലൈംഗികമായിട്ട്. അല്ലാതെ ബലാത്കാര്യമായിട്ട് നിർബന്ധിതമായിട്ട് ചെയ്യുകയാണെങ്കിൽ ബലാത്സംഗമാകും. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ലേ, പീഡനാവില്ല. ഈ വേടൻ ഫേമസ് ആയ പിന്നെയല്ലേ യുവതികൾ ഈ പരാതിയായിട്ട് വന്നേ. അതിക്ക് മുമ്പ് ഈ യുവതികൾ എവിടെയാണ്? അതിക്ക് മുമ്പാണല്ലോ ഈ വേടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ വേടൻ ഫേമസ് ആയി, വേടന് സ്റ്റാൻഡായി കഴിയുമ്പോൾ കാര്യം എനിക്ക് അവനെ വലിയ ഇഷ്ടമൊന്നുമല്ല ആളല്ല. പക്ഷേ ഇപ്പം ഫേമസ് ആയപ്പോഴാണ് യുവതികൾ പരാതിയായിട്ട് ഇനി ഇങ്ങനെ തുടരെ വരും. എന്നാൽ സമ്പത്തിന് വേണ്ടിയാണ് യുവതികൾ പീഡനത്തെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേടൻ്റെ അതിലൊരു തെറ്റും കാണില്ല. സത്യത്തിൽ പറഞ്ഞത് വേടൻ നിരപരാധിയായിരിക്കും, അവനെ എങ്ങനെയും അടിച്ചൊതുക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമായിരിക്കും കാണുകയുള്ളൂ. തെറ്റുണ്ടായിട്ടല്ലയോ തെറ്റെന്ന് പറയപ്പെടുന്നത്, ഇല്ലാതെ ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ അത് നമ്മുടെ ഇവിടെ മന്ത്രിസഭ ഒന്നടങ്കം പുള്ളിയെ പാഠപുസ്തകത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. പിള്ളേർക്ക് ഇതൊരു പാഠമാവട്ടെ, അവർ പഠിക്കട്ടെ, വളരട്ടെ എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രിസഭ പറയുന്നത്. അല്ല, യുവതിക്ക് സമ്മതം ഇല്ലാത്തതുകൊണ്ടാണല്ലോ കേസ് വേണ്ടി സുപ്രീം കോടതി പോയത്. വർഷങ്ങൾക്ക് ശേഷം ആ ഒരു സംഭവം പുറത്ത് പറയുമ്പോൾ അതിലൊരു വിശ്വാസ്യത അവിടെ ഒരു കുറവ് വരുന്നില്ല. അല്ല, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമുള്ള എത്രയോ കേസുകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് കേസെടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയായാലും കേസെടുത്തിട്ടില്ലേ? അപ്പം വേടൻ്റെ കാര്യത്തിന് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത? ഒരു തവണയാവട്ടെ, 10 തവണയാവട്ടെ, 20 തവണയാവട്ടെ, അതിപ്പം വർഷം 3 ആവട്ടെ, 4 ആവട്ടെ, 5 ആവട്ടെ, ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ കേരളത്തിൽ എടുത്തിട്ടില്ലേ? ഉണ്ട്. അപ്പം പിന്നെ വേടൻ എന്തിനാണ് പ്രത്യേകത? എന്താണ് പ്രത്യേകത എന്ന് പറയും? വേടനൊന്നും അങ്ങനെയൊന്നും പ്രത്യേകതയൊന്നുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിപ്പോൾ അവൻ്റെ പോക്കനുസരിച്ച് അങ്ങനെ നടക്കുകയുള്ളൂ. ഹൈക്കോടതി അവൻ ജാമ്യം വഹിച്ചു,
അങ്ങനെ നടക്കുന്നു. ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, രണ്ടുപേർക്ക് സമ്മതത്തോടെയാണ് അവർ സെക്സ് ചെയ്തതെങ്കിൽ അതെങ്ങനെയാണ് ബലാത്സംഗം ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരു കോടതിയിൽ പിന്നെ ഒരു വക്കീൽ ചോദിച്ച പോലെയാണ്. മറുഭാഗത്തൊരു സൂചി എടുത്ത് കൊടുത്ത് വക്കീൽ എൻ്റെ നൂലെടുത്ത്, അപ്പോഴേ നൂലിൽ കൂടെ സൂചി കൂടെ നൂല് കയറ്റാൻ പറഞ്ഞു പാതിയുടെ. അപ്പോൾ അത് കയറ്റി. ഇനി രണ്ടാമത് ഇങ്ങനെ കറക്കിയിരുന്നു കയറ്റാൻ പറഞ്ഞു, കയറ്റിയില്ല. അതുപോലെ അവളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് അതവൻ്റെ ഇന്നത്തെ കണ്ടീഷൻ അനുസരിച്ച് ആരും ചെല്ലും. അതാണല്ലോ. വീടിന് തകർക്കാനുള്ള ഒരു ശ്രമങ്ങൾ എന്തെങ്കിലും ഇതിന്റെ പിന്നിൽ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതിപ്പോൾ പുതിയതായിട്ട് വന്നപ്പോൾ ഒരുപാട് ഇതുണ്ട്. അതിൽ ചില ആൾക്കാർക്ക് അതിനെതിരുണ്ട്. സമ്മതിച്ചാണെങ്കിൽ പിന്നെ ബലാത്സംഗമാവില്ല. പക്ഷെ യുവതി പറയുന്നത് എന്നെ ഒന്നിലധികം തവണ പീഡിപ്പിച്ചു. അതെങ്ങനെയാ ഒരാളിങ്ങനെ ഒന്നിലധികം തവണ? ഇപ്പോൾ 10 പ്രാവശ്യം പീഡിപ്പിച്ചാൽ അവർക്ക് പരാതി ഉണ്ടെങ്കിലാണ് ആ ഒറ്റ പ്രാവശ്യം മതി പരാതി ഫസ്റ്റിലെ പിടിക്കപ്പെടും. ഈ 10 പ്രാവശ്യമാണെങ്കിൽ ഇപ്പോഴാണ് പരാതി വന്നത്. ഇപ്പോൾ ഈ പരാതി വന്നതിൽ ഒരർത്ഥമില്ല. ഇവർക്ക് ഇനി സൗകര്യം കിട്ടണമെങ്കിൽ ഇവിടെ ആരൊക്കെയോ പ്രേരണ മൂലം ഇവിടെ ഇത് ചെയ്യുന്നതാണ്, അല്ലാതെ സ്വയം മനസ്സാലൊന്നുമില്ല. ഒന്നല്ല രാഷ്ട്രീയ പ്രേരണ അല്ലെങ്കിൽ കലാപരമായിട്ട് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയൊക്കെ ആയിരിക്കും, അതായിരിക്കും. അല്ലാതെ വേറെ എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. കാരണം ഒരു ആദർശമുള്ളൊരു കലയല്ലാതെ പിന്നെ നമ്മളെല്ലാം അങ്ങ് സ്വാഗതം ചെയ്യുന്നു, ഒരു ചെറുപ്പക്കാരനാണല്ലോ. പക്ഷേ ഇത് ഒരു വെറും തറപ്പണിയാണ്. 10 പ്രാവശ്യം പിടിപ്പിച്ചു, ഫസ്റ്റിലെ ഒരു പ്രാവശ്യം. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് നിങ്ങൾക്ക് പറയത്തില്ല. സ്വന്തം മാതാപിതാക്കളോടാണ് ഈ പറയാൻ പാടില്ല. ഇപ്പോൾ പൊതുവനെ അറിയണ്ട, മാതാപിതാക്കളോടാണ് ഇതും പറയാൻ പാടില്ല. ഇപ്പം അവനൊരു ഫേമസ് ആയി, അവനെന്തോ ഒരു സ്റ്റാൻഡ് പോലെ വന്നു, എന്തോ ലോകം പിടിച്ചെടുക്കുമെന്നൊക്കെ ഇവർക്കും തോന്നലുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല, വേറെ ചിലപ്പോൾ ഒന്നും അല്ലാതെ ആയിപ്പോഴും. പക്ഷെ ഇവർക്ക് ധാരണയുണ്ട് ഇവനെന്തോ പിന്നിൽ വെക്കുന്ന ആർക്കൊക്കെ എന്തൊക്കെയോ ദൂഷ്യങ്ങൾ സംഭവിക്കും, അങ്ങനെയൊക്കെ എന്തോ ഒരു ചിന്താഗതി. അല്ലാതെ വേടനൊന്നുമല്ല, ഈ പീഡിപ്പിച്ച സ്ത്രീകളും ഒന്നുമല്ല. എനിക്കറിയില്ല, കാരണം ഇവരെ അറിയപ്പെടുന്ന ആളാണല്ലോ. അപ്പോൾ അറിയപ്പെടുന്ന ആളുകളെ പറ്റി പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ സത്യമാണോ ഇത് നമുക്ക് അറിയാൻ പറ്റില്ല. ഒന്നിൽ കൂടുതൽ യുവതികൾ കൊടുക്കുമ്പോൾ പിന്നിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? എന്താ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിൽ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലാത്തതുണ്ടാവും. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ഇപ്പം ആദ്യം പരാതി കൊടുത്ത യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഒന്നിൽ കൂടുതൽ തവണ തന്നെ പീഡിപ്പിച്ചു എന്നാ പറയുന്നത്. പക്ഷേ ഇപ്പോ രണ്ടുപേർക്കും സമ്മതപ്രകാരമാണ് അത് നടന്നതെങ്കിൽ ബലാത്സംഗമാകുമോ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. അങ്ങനെ ആവാൻ സാധ്യതയില്ല, രണ്ടാളെ താല്പര്യങ്ങളല്ലേ, അപ്പൊ ഇല്ല. രണ്ടുപേരുടെയും സമ്മതപ്രകാരമാണ് നടന്നതെങ്കിൽ അത് ബലാത്സംഗം ആകില്ലല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലേ, സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന ആളുകൾക്ക് എന്തായാലും മൈനസായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലാക്കൂല. മറ്റുള്ളവർ വളർന്നു വരുമ്പോൾ പിന്നെ വേറെ ആളുകൾക്ക് വരണമെന്നുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ തകർക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിക്കൂടെ ഇല്ല, ഉണ്ടായിരിക്കാൻ പറ്റൂല. ഈ വേടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ മഹാസംഭവമാണ്. കാരണം അവൻ ലോകപ്രസിദ്ധ, ജനങ്ങൾ കേരളം മുഴുവൻ അറിയപ്പെടുന്നതാണ്. അവൻ്റെ പേര് ഉണ്ടാവുന്ന ആരോപണം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല അത് എങ്ങനെ ഉണ്ടായെന്ന്. അത് കള്ളമാണ് സത്യമാണ് അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ വളർന്നു നിന്ന ഒരാളാണ്, പെട്ടെന്ന് ഇടിഞ്ഞിരിക്കാൻ വേണ്ടി കാരണം ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിബന്ധന. എനിക്ക് തോന്നുന്നത് പിന്നെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ സാർ അങ്ങനെ തോന്നാനുള്ളൊരു കാരണം എന്താ? പല പ്രാവശ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഓരോ കാര്യം. ഒരു തവണയല്ലല്ലോ, 2 പ്രാവശ്യമായില്ലേ. ഇനിയും മിക്കവാറും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്.